ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളിത് ഒന്ന് പുറത്ത് പോകാൻ വേണ്ടി റെഡി ആവാണ് കേട്ടോ. അപ്പോൾ യാനുവിനെ കാണിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ പോകാനാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ രാവിലെ എണീറ്റ് റെഡി ആവാണ്. യാനു നല്ല ഉറക്കമാണ്, അതാണ് വേഗം തന്നെ മേക്കപ്പ് ചെയ്ത് കഴിക്കുന്നത് കേട്ടോ. നമ്മൾ പുറത്ത് പോകുമ്പോൾ മേക്കപ്പ് അല്ല, എന്നാലും ചെറിയ രീതിയിലൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് പോകണ്ടേ. അതായത് ചെറിയ രീതിയിൽ കണ്ണൊന്നും ഇതാണ്ട് അത്യാവശ്യം നോർമലായിട്ട് നമ്മൾ ചെയ്ത് പോവാണ് കേട്ടോ. അത്ര നേരം ഞാൻ ലേറ്റ് ഒന്നും ഇട്ടിരുന്നില്ല. ഇത് ചെയ്യാൻ വേണ്ടി ലേറ്റ് ഇട്ടതും അവൻ എണീറ്റ് കുറച്ച് നേരം കഴിഞ്ഞു. പിന്നെ അവനെ കളിപ്പിക്കലായി. അവനെ കുറച്ച് നേരം മാഷിക്കെടുത്തിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ എല്ലാ ഇതുകളും ചെയ്ത് തീർത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ ഞാനും എനിക്ക് അവനെ റെഡി ആക്കി വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ ഇതിന് പോകാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത് ബസ്സിനായിരുന്നു. കാരണം നല്ല മഴയായിരുന്നു. ഇന്നലെയൊക്കെ തൃശ്ശൂർ നല്ല മഴയായിരുന്നു കേട്ടോ. വെള്ളപ്പൊക്കമെന്നൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നത്. അത് കാരണം നമ്മൾ ബസ്സിന് പോകാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. മഴ കാരണം സ്കൂട്ടിയിൽ പോകാൻ പറ്റില്ലല്ലോ. അത് കാരണം ബസ്സിന് പോകാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല മഴ ഉണ്ടായിരുന്നില്ല, വെയിലും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അത് കാരണം പിന്നെ നമ്മൾ തീരുമാനിച്ചു സ്കൂട്ടിയിൽ തന്നെ പോവാന്ന്. അങ്ങനെ എത്തി മക്കളെ മെഡിക്കൽ കോളേജിൻ്റെ ആ കവാടം. ഒരവസരം ഇതിലൂടെ തന്നെയായിരുന്നു യാത്ര ഉണ്ടായിരുന്നത് കേട്ടോ. യാനിന് ജനിച്ച ടൈമിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കാരണം നമ്മൾ ഫുൾ ടൈം എന്ന് വെച്ചാൽ മന്ത്ലി ഈ യാനുവിന് ഇവിടെ ഫോളോ അപ്പ് ഉണ്ടാവണം. ഇത് അനക്സ് ഒ പി, കുട്ടികളുടെ മാത്രം ഒ പി. ആദ്യം ഇവിടെ നമ്മൾ ക്യൂ നിന്ന് ഒ പി ടിക്കറ്റ് എടുത്തിട്ട് മുകളിൽ കയറി ആ ഒരു ഹാളിൽ നിന്ന് ഉണ്ണിയുടെ വെയിറ്റ് നോക്കിച്ചിട്ട് നമ്മളെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വേറെ റൂമിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എന്തോ ഒരു സമാധാനം. കാരണം നമുക്ക് അവിടെ കയറി ചെന്നതും കുറച്ച് ഡോക്ടറെ കാണാൻ രണ്ട് ടോക്കൺ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്കും അവരൊരു ക്ലാസ് വെച്ചു. അമ്മമാരുടെ ഒരു ക്ലാസ്സാണ്. അപ്പോൾ അതിന് വേണ്ടി ഇരുന്നു. അപ്പോൾ പിന്നെ വിശന്നിട്ടും ഒക്കെ ഭയങ്കരമായിട്ട് വിശക്കണുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ മുനിസിപ്പൽ റോഡിലുള്ള അലങ്കാരക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. അവിടെ നമ്മൾ 2 ചിക്കൻ ബിരിയാണി ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് കിട്ടി. യാനും നല്ല ഉറക്കമായ കാരണം നമ്മൾ ഫുഡ് പകുതി വരെ സുഖമായിട്ടിരുന്ന് കഴിച്ചു. അപ്പോൾ ഫസ്റ്റ് മന്തിലൊക്കെ നമുക്ക് ഓരോ മാസം ചെക്കപ്പ് ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ നമുക്ക് 3 മാസം കൂടുമ്പോഴൊക്കെ ഇവരെ ഫോളോ അപ്പ് വരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ എണീറ്റു. അപ്പം ഞാൻ അവനെ മറ്റേ ബേബീസിൻ്റെ ഫുഡ് ചെയറിൽ ഇരുത്തി. അപ്പോൾ അതിലിരിക്കുമ്പോൾ സുഖമായിട്ട് ആളിരിക്കും. അങ്ങനെ കുറച്ച് നേരം കഴിച്ചു. അപ്പം നമ്മളവിടെ നിന്ന് ഇത്തിരി ചെറിയ എരിവാകില്ലാത്ത റൈസും പിന്നെ മുട്ടയുടെ വെള്ളയും കൊടുക്കുമായിരുന്നു. അത് കൂട്ടി അവൻ കഴിക്കുമായിരുന്നു. പിന്നെ ലൈം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു, അതും കൊടുത്തു. And if you feel you're sinking, I will jump right over into cold water for you. And although time may take us into different places, I will still be patient with you. അങ്ങനത്തെ നമ്മുടെ വയറൊക്കെ നിറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി കേട്ടോ. ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ നേരെ കുറുക്കഞ്ചേരിക്കാണ് പോയത്. അത് നമുക്ക് വീഡിയോ എടുക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റിയില്ല. ഒരാവശ്യത്തിന് വേണ്ടി പോയതായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ കല്യാണിലെ എക്സ്പ്രസ് മാർട്ടിൽ കയറി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മളിത് നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ, ആഷിക്കിൻ്റെ വീട്ടിലേക്ക്. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പുറത്ത് പോയി വന്നപ്പോൾ നമ്മളിത് ചോക്കോബാർ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ യാനുവിന് കുറച്ചത് കൊടുത്തു. പിന്നെ ഇതേ ചായയും പഴംപൊരി ഉണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് നമ്മൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. വീടിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ അവിടുത്തെ വഴി പൊളിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അത് കാരണം നമുക്ക് വണ്ടി അങ്ങോട്ട് കയറ്റാൻ പറ്റില്ല. അപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തപ്പോഴാണ് ഇയാനുവിനെ എടുത്തപ്പോൾ ഇയാനും ഭയങ്കരമായിട്ട് ഉറക്കം തൂങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ ഉറക്കം തൂങ്ങി ഇയാനുവിനെ ആശിക്കെടുത്തു നമ്മൾ നടന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണാട്ടോ നമ്മുടെ റോഡ് എന്തോരം പൊളിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് പൊളിച്ച കാരണം നമുക്ക് വണ്ടി കയറ്റാനായാലും എന്തിനായാലും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനത്തെ വീട്ടിലെത്തി നമുക്ക് കുറച്ച് ഡ്രസ്സിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുണ്ടായിരുന്നു.